UDF നേതാക്കന്മാർ സൂക്ഷിക്കുക. വെള്ളാപ്പള്ളി നടേശൻ മാരീജൻ്റെ വേഷം കെട്ടി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. മാനാണെന്ന് കരുതി നിങ്ങൾ അതിൻ്റെ പുറകെ പായരുത്. ഇത് കേരളത്തിലെ UDF നേതാക്കളോടുള്ള ഒരു അപേക്ഷയാണ്. UDFൻ്റെ ഇന്ന് ഭരണം കിട്ടുവാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം വിശകലന വിധേയമാക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യം, അതിന് കാരണമായി വന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മതനിരപേക്ഷ അല്ലാത്ത പ്രവർത്തനമാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മതവിദ്വേഷ പ്രവർത്തനങ്ങളുടെ പരിണിതഫലമാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചത് എന്ന സത്യബോധം UDF മന്ത്രിമാർക്കും MLA മാർക്കും പ്രവർത്തകർക്കും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി പഴയതിൽ ദയനീയമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം LDFിലെ പ്രമുഖ കക്ഷിയായ CPM വെള്ളാപ്പള്ളി നടേശനെ ചുമന്നുകൊണ്ട് കേരളത്തിൽ അങ്ങാളം ഇങ്ങോളം കഴിഞ്ഞ 10 വർഷക്കാലം നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ് നടന്നുവെങ്കിൽ അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് CPM അനുഭവിക്കേണ്ടി വന്നത്. തൂറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന് ഒരു ചൊല്ലുണ്ട്. ഞാൻ ശിവഗിരിയുടെ ഭാഗമാണ് എന്നും ഞാൻ ശ്രീനാരായണ വിശ്വാസിയാണ് എന്നും മന്ത്രിയായതിനു ശേഷം ശിവഗിരിയിൽ വന്ന് പറഞ്ഞ ശ്രീമതി ബിന്ദു കൃഷ്ണ ശ്രീനാരായണ ദർശനങ്ങൾക്ക് എതിരായി ജീവിക്കുന്ന, മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീ നാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മദ്യക്കച്ചവടം ഇന്നും അഭിമാനപുരസരം കൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം തേടുന്ന ഫോട്ടോ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നിങ്ങൾ ജയിച്ചത് വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം കൊണ്ടും ആശീർവാദം കൊണ്ടുമാണ് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി തോറ്റ് കൊല്ലത്ത് വീണ്ടും പഴയതുകൂട്ട് നടക്കേണ്ടി വന്നേരം എന്നതാണ് സത്യം. നിങ്ങൾ ഇന്ന് മന്ത്രി കസേരയിലേക്ക് ആസനസ്ഥയാകാനുള്ള അവസരമുണ്ടാക്കിയത് കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ജനാധിപത്യ ബോധമാണ്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്ക് വേണ്ടി വിളമ്പിക്കൊണ്ട് വെള്ളാപ്പള്ളിയും ഭാര്യയും മകനും നടത്തിയ കുത്സര ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ ജനാധിപത്യ മതേതരത്വ ബോധമുള്ള ജനങ്ങളാണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതായിരിക്കും. ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ലതായി ഭവിക്കുവാൻ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റാമെന്ന് പഴയ ആളുകൾ പറയും. ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഉപദേശക വൃന്ദം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായാകാം വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മകനെ വിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തിയ വെള്ളാപ്പള്ളിയെയും നാം ഈ അവസരത്തിൽ ഓർക്കണം. വെള്ളാപ്പള്ളി നടേശൻ NDAയുടെ കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിയെ വിട്ടത് അത് ആലിംഗനം ചെയ്യാനല്ല, മറിച്ച് ധൃതരാഷ്ട്രാലിംഗനമാണ് എന്ന് തിരിച്ചറിയുവാൻ VD സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും കഴിഞ്ഞില്ല എങ്കിൽ അപകടം കൂടെയുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുഖ്യമന്ത്രിക്ക് കാണാനൊരവസരമുണ്ടാകണം എന്ന് മകനെ വിട്ട് പറയിക്കേണ്ട ഗതികേടുണ്ടായത് വളരെ ലജ്ജാവഹവും ജുബുൽസാവഹവുമാണ്. വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രിയുമായി സന്ദർശനാനുമതി ഉണ്ടാകണം എന്ന് മകൻ അപേക്ഷിച്ചു എന്നാണ് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മറ്റ് സാമുദായിക നേതാക്കളുടെ സ്ഥിതിവിവര കണക്കുകളൊന്നും എടുക്കണം. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം വേണം എന്നാഗ്രഹിച്ചതായി ഇതുവരെ കേട്ടില്ല. മറിച്ച് വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയുടെ സന്ദർശനം ആവശ്യമായി വന്നിരിക്കുന്നു എന്നതിന് കാരണം SNDP യോഗത്തെ കഴിഞ്ഞ 30 വർഷക്കാലമായി വിഴുങ്ങിയ കള്ളങ്ങളും കൊള്ളകളും പുറത്തു വരാതിരിക്കാൻ സതീശന്
കാൽക്കൽ വീട് സാഷ്ടാംഗം പ്രണമിക്കുവാനാണ് എന്ന് എന്നെപ്പോലെയുള്ളവർ കരുതുന്നു. എന്നാൽ മിസ്റ്റർ വി ഡി സതീശൻ, താങ്കൾ ഈ കേരളത്തിലെ ജനാധിപത്യ മതേതരത്വ മനസ്സുകളെ എന്നും മുറിവേൽപ്പിക്കുന്ന തവളക്കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ താങ്കളുടെ അവസ്ഥയും പരിതാപകരമാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.